അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇന്ന് നമ്മുടെ ഇവിടെ നമ്മൾ ഇന്നാണ് ഓണാഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് നമ്മൾ ഓണാഘോഷിക്കാൻ പോണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. അപ്പോൾ ആരും വന്നിട്ടില്ല, എല്ലാവരും വരണുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് എല്ലാവരും അത്യാവശ്യം സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത്, കുറച്ച് ഐറ്റം നമ്മൾ കുക്ക് ചെയ്തു, കുറച്ച് എല്ലാവരും കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഒരുമിച്ച് നമ്മൾ ഒരു 10-15 ആളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളിൽ നിന്ന് കാണാൻ പോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഓണാഘോഷമാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. നമ്മൾ 5 ഐറ്റംസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളൊരു കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വൈറ്റ് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്, പരിപ്പ് പായസം വെച്ചിട്ടുണ്ട്, അതുപോലെ എരിപുളി, കാളൻ കുറുക്കാളൻ എന്നൊക്കെ പറയും, അതുപോലെ ഇഞ്ചമ്പുളി. നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്റ്റൂ, ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇട്ടാ. ഉരുളക്കിഴങ്ങ് നാളികേരപ്പാൽ മാത്രമുള്ളവർ. ഇത് നമ്മുടെ കൂട്ടുകറി. ചേന ഇത്തിരി വലുതായി പോയി, എന്നാലും ഇതാണ് നമ്മുടെ കൂട്ടുകറി. ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു അളവൊന്നും അറിയില്ല. ഇത് പരിപ്പ് പായസം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്, അത് കാരണം പരിപ്പ് പായസം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇത് കാളൻ. പിന്നെ ഇത് ഇഞ്ചമ്പുളി, പുളിഞ്ചി എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ഇഞ്ചമ്പുളി എന്ന് പറയാം. ഇത് ഇത്രയും നമ്മുടെ സാധനങ്ങൾ. ഇനി ഇത് ഒരു എല്ലാം നിറച്ച സാധനങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഇതുപോലെ കുറെ ഐറ്റംസ് കൊണ്ടുവരും. ഒരു പടയാണ്. അങ്ങനെ നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ആന്ധ്രയാണ്. മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിട്ടോ ഓണ സെലിബ്രേഷന്. അങ്ങനെ അപ്പം അണ്ണന് 2 മക്കളാണ് കേട്ടോ, ഒരു ബോയും ഒരു ഗേളും, ഒരു ചെറിയൊരു ഗേൾ ബേബി കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇവരാണ് വന്നത്. അപ്പോൾ ഇവരും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ സ്റ്റൈൽ ഫുഡായിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇവരുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബേബി ഗേൾ. അങ്ങനെ അവൾ കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവള് തെലുങ്കും ഇംഗ്ലീഷും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ പറയുക. അവളങ്ങനെ, അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെറിയ പാടാണ്. പക്ഷേ ആൺകുട്ടി അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. അവൻ്റെ ഭാഷ നന്നായി സംസാരിക്കും, അതുപോലെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. സാധാരണ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ ലാംഗ്വേജ് അവർ സംസാരിക്കില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലായാലും അവർ സംസാരിക്കില്ല. അമരണം വന്നിട്ടുണ്ട്. അമരണം വന്നപ്പോ ഒരു 3-4 ഐറ്റം അമരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി മണി ഒരു 3 ഐറ്റം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പ്ലേറ്റ് നിറയാനുള്ള സാധനങ്ങളായി. ഇപ്പൊ എന്തിട്ടൊക്കെ നോക്കാം. ഇത് തന്നെ സ്വീറ്റാ. ഇത് അമരണന്റെ സ്പെഷ്യൽ ഹൈദരാബാദി സ്വീറ്റ്. ഇത് എന്തിട്ടാന്ന് അറിയില്ല, ആന്ധ്ര സ്പെഷ്യൽ. അതിന്റെ ഉള്ളില് എന്തിട്ടാന്നറിയാം. ഇത് ബർത്തക്ക, ബ്രിഞ്ചൽ ബർത്ത. ഇത് അണ്ണന്റെ സ്പെഷ്യൽ. വീണ്ടും അണ്ണന്റെ സ്പെഷ്യൽ റൈസ് പായസം എന്നാണ്. റൈസ് പായസം, കരിപ്പായസം. എങ്ങനെ ഉണ്ടാവും നമ്മുടെ വെറൈറ്റി പാലട, നല്ല മണൊക്കെ വരുന്നുണ്ട്. ഒറീസ സ്പെഷ്യൽ. ഇത് കോളിഫ്ലവർ ഫ്രൈ. കോളിഫ്ലവർ ഫ്രൈ, അതും ഒറീസ ആന്ധ്ര കന്നഡ സ്പെഷ്യൽ. ഇത് മണി കൊണ്ടുവന്ന. ഇത് എന്തിട്ടാവും? ഇത് മണിയുടെ രസം. അടിപൊളി രസം, ഒരു രക്ഷയില്ല. ഇത് മണി. ഇത് എന്തിട്ടാണോ നോക്കാം. ഇതെന്തോ ഒരു കായൊക്കെ വെച്ചിട്ട് മണി, എന്തോ ഒരു ബ്രിഞ്ചലാ. വഴുതിനിങ്ങ പുളിക്കുളമ്പാണോന്ന് അറിയില്ല. ഇത് മണി വന്നാലും അറിയുള്ളത് എന്തിട്ടാണ്. പിന്നെ നമ്മുടെ മണിയുടെ മെയിൻ വട. പിന്നെ മണിയുടെ മെയിൻ വട, പരിപ്പ് വട. വട നമ്മളിപ്പോ തന്നെ ഇനി അടുത്ത ആൾക്കാർ വരുമ്പോ അടുത്ത ഐറ്റംസ് കാണിക്കാം. ഹരി വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളുണ്ടാ. വരുണ്ണന്റെ വട, അതുപോലെ ഹരിയുടെ ഗുലാബ് ജാമുൻ. ഇന്ന് പരിപ്പ് വട. അങ്ങനെ ഓരോ
ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇനി ആകെ 3 പേരും കൂടെ വരാനുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പക്ഷെ പിള്ളേർ പെട്ടെന്ന് സെറ്റാവുമല്ലോ, അതുകൊണ്ട് അവർ വന്ന ഉടനെ കളിയൊക്കെ തുടങ്ങി സെറ്റായി യുനോ കാർഡൊക്കെ എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും വന്നു. അപ്പോൾ ദേ നമ്മുടെ ബീൻസ് തോരനുണ്ട്, അതുപോലെ അവിയൽ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ സാമ്പാർ വന്നിട്ടുണ്ട്, പപ്പടം, അതുപോലെ പിന്നെ നമ്മൾ ക്യാബേജ് തോരൻ, അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളത് ഇല ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞത്. അങ്ങനെ ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന്
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. സാധാരണ നമ്മൾ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും നല്ല മത്തടിച്ച് ഉറങ്ങാനൊക്കെ ഉള്ള മൂടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മളൊന്ന് പുറത്ത് പോയിട്ടോ. ഇത് ലോഫ്റ്റ് ആൾട്ടാണ്. അപ്പോൾ ഇവരാരും വന്നിട്ടില്ല. നമ്മൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പക്ഷെ എന്നാലും നല്ല രസമാണ് കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടി നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ അധികം പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബെറിയുടെ ഒക്കെ ടൈമാണ്. അതുകൊണ്ട് കുറേ ബ്ലാക്ക് ബെറി ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് പോവാണ് കേട്ടോ. ഇവിടെ നല്ല രസമുള്ള ഒരു വാക്കിംഗ് ട്രയൽ ഉണ്ട്. നമ്മളിതിന് മുന്നേ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളത് ട്രയലിൽ നടക്കാൻ പോയിട്ടുള്ള വീഡിയോ പണ്ട് കേട്ടോ, കുറേ നാൾക്ക് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്നപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെയാണെങ്കിൽ ഭയങ്കര വൈബുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ചൂണ്ടൊക്കെ എടുത്ത് വന്നിട്ട് കേട്ടോ, മീൻ കിട്ടിയാലോ എന്ന് വെച്ചിട്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് അവർ ചൂണ്ടയിടാന്ന് പറഞ്ഞിട്ട് ചൂണ്ടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ കുറച്ച് നടന്നു, എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവർ ചൂണ്ടണതിൻ്റെ അടുത്തിരുന്നു. അങ്ങനെ കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി, മീൻസ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഇവരവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഒരാളിവിടെയൊക്കെ നല്ല കളിയാണ് കേട്ടോ. നമ്മൾ മഷ്റൂം കണ്ടതിൻ്റെ സന്തോഷമാണ്. പിന്നെ നമ്മൾ ഊതുമ്പോൾ ഇങ്ങനെ പറന്ന് പോണ ഒരു തരം പൂവുണ്ടല്ലോ, അത് വെച്ചിട്ടായിരുന്നു കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് ഈ മല ഒന്ന് ചെറുതായിട്ടൊന്ന് കയറാമെന്ന്. ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആട് പോയ വഴിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ആരൊക്കെ കയറാറുണ്ടോ ആവോ അറിയില്ല. പക്ഷെ അവർ പറയുന്നുണ്ടായി ഇതിന് മുന്നേ ഇവർ ഇതുപോലെ ഫിഷിങ്ങിന് വന്നപ്പോൾ ഇവിടെ ആരോ ഈ മല കയറിണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളിത് കുറച്ച് കയറി നിന്നു അങ്ങ് അറ്റം വരെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അവിടെ വഴിയില്ല, കുറച്ച് ടാസ്ക്കാണ് നടക്കാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും കേട്ടോ. അങ്ങനെ കുറേ കല്ലും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല, ഇപ്പം നമ്മൾ കുറച്ച് ഹൈറ്റിൽ കുറച്ച് ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്ര ദൂരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ സ്പോട്ടിലെത്തുമ്പോഴും താഴേക്കുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതേ അവരവിടെ നിന്ന് കാണാം, ഉറുമ്പിൻ്റെ തെരി പോലെ അവരവിടെ നിന്ന് ഫിഷ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്തോറും ജാതി ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അകലെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്കങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ലേക്ക് മൊത്തം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ അവരങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയില്ല കേട്ടോ. കണ്ടോ, അവരത്ര ദൂരം അങ്ങ് അറ്റം കയറി അവിടെ ഇരിപ്പുണ്ട്. നമ്മളിത് ഇവിടെ നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി വന്നു. അപ്പോൾ അവരവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു സോ മച്ച് വാച്ചിങ്.